പടക്കളം സിനിമയെ കുറിച്ച് പറയാമല്ലോ. പടക്കളം മാത്രമല്ല, ഇതുകൂടാതെ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള സെയിം ടീമിലുള്ള 2 സിനിമകളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അപ്പോൾ റാങ്ക് അടിസ്ഥാനത്തിലാണ് പങ്കുവെക്കുന്നത്. 3-ാം സ്ഥാനം പടക്കളം. കോളേജ് പശ്ചാത്തലത്തിലുള്ള കഥ പറച്ചാൽ ഒരുപാട് ചിരി മുഹൂർത്തങ്ങളും DC ഫാൻസിനെ ആഘോഷിക്കാനുള്ള വകയൊക്കെ ഈ ചിത്രം സമ്മാനിക്കുന്നുണ്ട്. ഒരു വട്ടം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. 2-ാം സ്ഥാനത്ത് ഇതിഹാസ. ഒരു പെണ്ണാണാകുന്നു, ഒരാണ് പെണ്ണാകുന്നു. ഈ ഒരു കൺസെപ്റ്റിൽ മികച്ച പ്രതികരണവും ഒരുപാട് കാലം ഓടിയതൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇതിഹാസ. ഒറ്റ വാക്കി പറഞ്ഞ ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ള മലയാളത്തിലെ നല്ലൊരു സിനിമ തന്നെയാണിത്. 1-ാം സ്ഥാനത്ത് അനന്തപത്രം. ഇതുകൂടാതെ മലയാളത്തിൽ മറ്റൊരു സിനിമയും കൂടി ഇതേ സെയിം തീമിൽ വന്നിട്ടുണ്ട്. അറിയുന്നവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അനന്തപത്രം കാണാത്തവരോട് നിങ്ങൾ മിസ്സാക്കുന്നത് മാസ്റ്റർ പീസാണ് മക്കളെ. അനന്തപത്രം സാധാരണയായിട്ടുള്ള ഒരു സിനിമയല്ല. മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് അനന്തപത്രം. കൊറിയൻ, ഇംഗ്ലീഷ്, സ്പാനിഷ് തുടങ്ങിയിട്ടുള്ള പല ഭാഷകളിലും ഇതേ തീമിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പക്ഷെ അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ബേജാറാവണ്ട, കിടൂന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ഇൻബോക്സിലേക്ക് ഞാൻ അയക്കാം. പക്ഷെ ഫോളോയും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഈ മെസ്സേജ് കിട്ടുകയുള്ളൂ.